ഇനിയിപ്പോ എങ്ങനെ ഇവിടെ നിന്ന് രക്ഷപ്പെടുക? എന്റെ ക്ലാസ് പഠിക്കുന്ന ദിനേശന്റെ അച്ഛനോ വലിയത്. അവരിപ്പോ എന്നെ കാണുമല്ലോ, ആകെ നാണക്കേടാവും. അത് വിനോദ് തന്നെയാണല്ല. അല്ല വിനോദേ, നീ എന്നാ അവിടെ കളിക്കുന്നേ? എന്നാ എനിക്ക് പറ്റിയായി. ഇവരിപ്പോ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഇവര് എന്റെ ഈ കാര്യങ്ങൾക്ക് ഇപ്പൊ അവരറിഞ്ഞാൽ ആകെ നാണക്കേടാവൂല്ല. ഒരു ചെറുപ്പത്തിലെ ഒരു ശീലാണ് ഏതെങ്കിലും ചക്കിയും മാങ്ങയും കിട്ടിയ അവിടെ ഒളിപ്പിച്ച് നോക്കല്. വഴിന്ന് എന്തെങ്കിലും മാങ്ങയുടെ വീട് കിട്ടിയിട്ടുണ്ടാവും, അതാണ് ഇങ്ങനെ കള്ളനെ പോലെ മാങ്ങ ഇങ്ങനെ ഒളിപ്പിച്ച് കളിക്കുന്നത്. ആ വിനോദ മാഷേ, മാങ്ങ നിങ്ങൾ തന്നെ തിന്നോ, നമുക്കൊന്നും വേണ്ട, നിങ്ങൾ ഇങ്ങോട്ട് വാന്ന്. നിങ്ങളുടെ മുന്നിലേക്കൊന്ന് വരാൻ പറ്റിയൊരു അവസ്ഥയിലല്ല ഞാൻ. ഇത് പറഞ്ഞാൽ മനസ്സിലാകൂല, അതാണ്. ഇയാൾക്ക് കാര്യമായിട്ട് എന്താ പറ്റിയിട്ടുണ്ട് കേട്ടാ. ഇവരെന്താ പോവാത്ത, ഇവിടെ ചുറ്റിപ്പറ്റി നിൽക്കുന്നു. ഒന്ന് പെട്ടെന്ന് പോയിക്കോട്. നിങ്ങൾക്ക് എന്റെ മോനെ പഠിപ്പിക്കുന്ന മാഷല്ലേ നിങ്ങളെന്നാ ഒരു കള്ള ലക്ഷണം എന്നാ നിങ്ങൾ ബേക്കറിയില്ലത് നോക്കട്ടെ. ഇത് അയ്യോ, അതെ, കട്ടിട്ടും പിടിച്ചിട്ടൊന്നും വെച്ചിട്ടില്ല. നീ ഇങ്ങോട്ട് വരണ്ട, അതന്നെ കാര്യമായിട്ട് എനിക്ക് പറയാനുള്ളത്. കുട്ടികളെ പഠിപ്പിക്കുന്ന മാഷല്ലവൻ എന്താ കട്ടിട്ടാടെ വെച്ചത്? മാഷ, ഈ കാട്ടില് കാമപ്രാന്തുള്ള യക്ഷികളുണ്ട് എന്നാ കേട്ടത്. ഏതെങ്കിലും യക്ഷി നിങ്ങളെ പിടിച്ച് ബലാത്സംഗം ചെയ്താ ഈ മുണ്ട് പിന്നെ എങ്ങനെ കയറിയത്? അല്ല, വില പിടിപ്പുള്ള മുണ്ടാണ് ഈ മുണ്ട്. ഇപ്പൊ എന്റെ അപമാനം ഉണ്ടായല്ലോ. വിനോദ മാഷ, നിങ്ങളെ മുണ്ട് ഈ ബേക്കിൽ ചന്ത് കാണും വിധത്തിൽ എങ്ങനെയാ കയറിയത്? ഓ, മുണ്ട് കയറിനാ? അതാ ഇവൻ കള്ളം കളിക്കുന്ന പോലെ ഈ മാഷ കളിക്കുന്ന കണ്ടതല്ലേ? ഈ മുണ്ട് ഈ മാഷിന്റെ അഭിമാനം ഉണ്ടായിരുന്നു, ഇതിപ്പോ അപമാനം ഉണ്ടായി എന്നാ മാഷ് പറയുന്നത്. അല്ല, ഈ മുണ്ട് എങ്ങനെ കയറി? വരുന്ന വഴിക്ക് നായി പിടിച്ച് കടിച്ചുവാ. ആ ഹോട്ടൽ മുതലാളിയില്ലേ ദിനേശൻ, അവനടുത്ത സ്ഥാനാർത്ഥിയല്ലേ, അവനാ എന്റെ മുണ്ട് വലിച്ചു കീറിയത്. സ്ഥാനാർത്ഥി വലിച്ചു കീറിയാ? അതെന്തിന്? അല്ല മാഷേ, അവനെ ഏത് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാണ്? രാഷ്ട്രീയം പറഞ്ഞ് തമ്മ തല്ലി കാണും. അയാൾ ഒരു ദിവസം എന്നെ രഹസ്യമായിട്ട് വിളിച്ചിട്ട് രാത്രിക്ക് ഒരു ഫുള്ള് ബീവറേജ് വാങ്ങി തന്നു. അതുകൂടാണ്ട് 2000 റുപ്യയും തന്നു. ഓൻ എന്നെ വോട്ട് ചെയ്യണമെന്നും പറഞ്ഞു. അതേത് പാർട്ടിക്കാരനാണ് വോട്ട് ചെയ്യാൻ പൈസ കൊടുക്കുന്നത്? വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് പൈസ മാത്രല്ല, കള്ളും കുപ്പിയും വാങ്ങി കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഏതോ കള്ളുകൂടി പാർട്ടി ആയിരിക്കും. അല്ല മാഷേ, അതിനെന്താ നിങ്ങളുടെ മുണ്ട് കയറിയത്? പിന്നെ അവന്റെ പൈസയും മേടിച്ച് കള്ളും കുപ്പിയും വാങ്ങിയിട്ട് ഞാനവന് വോട്ട് ചെയ്തിട്ടില്ലാന്ന്. അതന്നെ പ്രശ്നം. മാഷ് ആ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തിട്ടില്ലാന്നെങ്ങനെ ആ സ്ഥാനാർത്ഥി അറിഞ്ഞു? ഞാന് ഓന് വോട്ട് ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം ഞാൻ തന്നെയാണ് പറഞ്ഞത്. നിങ്ങെന്ത് മാഷ അത് പറയാൻ പോയത്? എന്താ മാഷക്ക് അത് ബുദ്ധിയിലാണ്ടായി പോയാ? ഓന്റെ അടുക്കുന്ന കള്ളും കുപ്പിയും പൈസയൊക്കെ മാഷ വാങ്ങിയതല്ലേ, അപ്പൊ പിന്നെ ഓന് വോട്ട് ചെയ്തു കള്ളം പറഞ്ഞാ പോരെ, അതിനെന്താ പ്രശ്നം? അങ്ങനെ പറയാന്നാ ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷെ രാത്രി ഈ കുപ്പി പൊട്ടിച്ച് കുടിച്ച് പൂസായപ്പോ ആ ചങ്ങായി വന്ന്. അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞു, എടാ പൊട്ടാ, ഞാൻ നിനക്ക് വോട്ട് ചെയ്തിട്ടില്ല. അത് എന്താ ചെയ്യാ? പട്ടിണി കഴിഞ്ഞ് കള്ളു കുടിച്ച് മത്താകുമ്പോഴത്തേക്ക് മനസ്സിലെല്ലാം പുറത്തേക്ക് കൊടുമ്പി. 4-ാം തീയതി വോട്ട് എണ്ണിയപ്പോ തോറ്റു. അതിന്റെ ദേഷ്യത്തിനാ ഇപ്പൊ വരുമ്പോ ഈ കാട്ട് നോനന്റെ മുണ്ട് പിടിച്ച് കീറിയത്. എടി ഭാര്യ, ആ കാറിലൊരു മുണ്ടില്ലേ, അതെടുത്ത് ഈ മാഷക്ക് കൊടുത്ത പെട്ടെന്ന് കൊടുക്ക്. മാഷ് തൽക്കാലം എന്റെ ഈ മുണ്ട് കൊടുത്തിട്ട് ക്ലാസ് എടുക്കാൻ പറ്റും സ്കൂളിൽ പോയിട്ട് കേട്ടാ. എന്നാലും ഈ മുണ്ട് എന്റെ അഭിമാനം ഉണ്ടാന്ന്. എന്താ മാഷേ? ആയിക്കോട്ടെ, വളരെ ഉപകാരം. വെരി വെരി താങ്ക്സ്. ഓക്കെ. ഇതൊന്നൊരു ചാണത്തിന്റെ മാറ്റം. പശുവിനെ കറക്കാൻ വേണ്ടി എടുക്കുന്ന മുണ്ടാണ്. കുറച്ച് ചാണം പറ്റിട്ടുണ്ടാവും. ഞങ്ങള് പശുവിനെ കറക്കാൻ വേണ്ടി പോവാണ്. പിന്നെ ഈ മുണ്ട് ഇവളുടെ അഭിമാനം ഉണ്ടാന്ന്. അത് സാരൂല, ഈ മുണ്ട് എടുത്തിട്ട് പോവാ. അടാ ഫാൻസി കടയിൽ നിന്ന് ഒരു സ്പ്രേ വാങ്ങി അടിക്കാം. അപ്പൊ ചാണത്തിന്റെ നാട്ടൊക്കെ പോയി കിട്ടും. അഭിമാനം ഉണ്ടാന്നു. എന്നാ ശരി, വളരെ നന്ദിയുണ്ട്. എനിക്ക് ക്ലാസ് എടുക്കാൻ പോണം സ്കൂളിലേക്ക്. എന്നാലും എന്റെ അഭിമാനമുണ്ട്, ഒരു അപമാനമുണ്ടായല്ലോ.